സുഹൃത്തുക്കളെ, ഇപ്പോൾ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ SFIക്കാർ സമരം നടത്തി നമുക്കറിയാം. കാരണം ഈ ചിരിപ്പിക്കലാണ് ഈ പരിപാടിയൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ മാനസികമായ സംഘർഷത്തിന് വലിയൊരു അയവ് വരും. എൻ്റെ അഭിപ്രായത്തിൽ അർജുന്റെ കുടുംബത്തെ പോലും ഈ SFIയുടെ കോപ്രായങ്ങളും റിപ്പോർട്ടർ ചാനലിന്റെ കോപ്രായങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ മാനസികമായിട്ടൊരു സംഘർഷം കുറച്ച് ലഘൂകരിക്കപ്പെടും. ഞാൻ പപ്പ മരിച്ചിട്ട് മൂന്നാമത്തെ ദിവസം സിനിമയ്ക്ക് പോയാണ്. അത് കോമഡി സിനിമയ്ക്കാണ് പോയത്. എൻ്റെ പെങ്ങന്മാരോട് പപ്പ എനിക്ക് അവസാനമായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ മൂന്നാം ദിവസം ജോലിക്കും പോയി. എൻ്റെ അനിയത്തിമാരോട് വിളിച്ചിട്ട് അവർ രണ്ടുപേരും ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരാൾ MCOM കഴിഞ്ഞ് PhD ടാലിയൊക്കെ കഴിഞ്ഞാണ്. അവളൊന്നൊരു ഹോസ്പിറ്റൽ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റുള്ളൊരു ഹോട്ടൽ ശൃംഖലയിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവൾ BCom ചെയ്തിട്ടില്ല, MCOM പോയിട്ടില്ല. അവളും PhD ടാലിയൊക്കെ കഴിഞ്ഞാണ്. അവളും അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു, വീട്ടിലിരിക്കേണ്ട, നിങ്ങൾ ജോലിക്ക് പോകണം. കാരണം വീട്ടിലിരുന്ന ചിന്ത കൂടും. എപ്പോഴും തന്നെ ആലോചിക്കും, മറ്റേത് അതിൽ എൻഗേജഡ് ആവും. ഞാൻ മൂന്നാമത്തെ ദിവസം ജോലിക്ക് പോയാണ്, പപ്പ മരിച്ചിട്ട് മൂന്നാമത്തെ ദിവസം. അപ്പം കാരണം മറ്റേത് നമുക്ക് ഭ്രാന്തായി പോവുക, മറ്റേത് നമ്മൾ കുറച്ച് എൻഗേജഡ് ആവും. സഹപ്രവർത്തകരുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ആക്ടിവിറ്റീസ് ഉണ്ട്, അത് നമ്മൾ ഫോക്കസ് ചെയ്യും. നമ്മൾ അസൈൻമെന്റ് നോക്കും, നമ്മളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യാപൃതരാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് ഇത് കിട്ടും. പിന്നെ വല്ലാതെ മാനസികമായിട്ട് സംഘർഷം ഉണ്ടാവുന്ന സമയത്ത് ഞാൻ ലാസ്റ്റിൽ സ്വിറ്റ്സർലൻഡ് കമ്പനിയിലും അതേപോലെ അമേരിക്കൻ കമ്പനിയിലും ഡാനിഷ് കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് വല്ലാതെ ഭ്രാന്ത് കയറുന്ന നേരത്ത് ചിലപ്പോൾ എന്താ വെച്ചാൽ ആ സമയത്തൊക്കെ എന്നെ ആൾക്കാർ വിളിക്കുമ്പോൾ തന്നെ എന്നോട് ഈവൻ മാനേജർ വിളിച്ചാൽ പോലും രാജൻ അറിയൂ ഓക്കെ, കാരണം ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യണം, വളരെ ഷാർപ്പായിട്ട് റെസ്പോണ്ട് ചെയ്യും. ഐ കനോട്ട് ഡു ഇറ്റ് എന്നൊക്കെ പറയും ഞാൻ. ഭയങ്കര ഷാർപ്പായിട്ട് ചിലപ്പോൾ ഷൗട്ട് ചെയ്ത് പോകും. മാനേജറോടൊന്നും ഷൗട്ട് ചെയ്യില്ല, ബാക്കിയുള്ളവരോടാണെങ്കിൽ എൻ്റെ മേലെയുള്ളവരോടാണെങ്കിൽ. അപ്പോൾ ആ സമയത്ത് ഇതിനെങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു കാപ്പിപ്പൊടി അച്ഛനുണ്ട്, ഒരു പാതിരി ഉണ്ട്, അയാളുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അയാൾ ഭയങ്കര രസകരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ്. മൂപ്പരത് കാണും. അതേപോലെ തന്നെ മരിച്ചുപോയ സുബി തന്നെയല്ലേ അവളുടെ പേര്, ഒരു പെൺകുട്ടി ഈ കുട്ടിപ്പട്ടാളം എന്ന് പറഞ്ഞ പരിപാടി അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ സുബിയുടെ പ്രോഗ്രാം കാണുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ആയിട്ട് നമ്മളെ പ്രശ്നങ്ങൾ തീർന്നു, നമ്മൾ കുറച്ച് മെന്റലി ഓക്കെ ആവും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, റിപ്പോർട്ടർ ചാനലും ഇതൊക്കെ കാണുന്നു, SFIയുടെ കോപ്രായങ്ങൾ കാണുന്നത് നല്ലതാണ്. എന്തായിരുന്നാലും ഇവർക്ക് വേണ്ടത് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജാണ്, അവിടെ നിസ്കാരമുറി വേണം. അവിടെയായിട്ട് ചുരുക്കണ്ടാന്നേ. ഞാൻ പറയട്ടെ, AKG സെന്ററിൽ നിസ്കാരമുറി വേണം. അവിടെ വരുന്നില്ല എത്രയോ മുസ്ലിം സഖാക്കളുണ്ട്. നിസ്കാരമുറി വെക്ക്, അവിടെ വേണം. അവിടെ ചാപ്പലും വെക്കണം. കാരണം വെച്ചാൽ മന്ത്രി വീണ ജോർജ് ബാക്കിയുള്ളവരെല്ലാം ദൃഢനിശ്ചയത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പം നിയമസഭാംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഓർത്തഡോക്സ് സഭയുടെ പെറ്റാണ്. ഓർത്തഡോക്സ് സഭയുടെ കുണാണ്ടറാണ് അവരുടെ ഹസ്ബൻഡ്. അങ്ങനെ ഓർത്തഡോക്സ് സഭയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഓർത്തഡോക്സ് സഭയുടെ ബലത്തിലാണ് അവർ ആറന്മുളയിൽ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സ്ഥിതിക്ക് അവർക്ക് ചാപ്പലും കൊടുക്ക്, ഒന്ന് കുരിശ് വയ്ക്കാനും ഇതിനൊക്കെയുള്ള സൗകര്യം. അതേമാതിരി സമ്മേളന സ്ഥലങ്ങൾ, സമ്മേളനത്തിൽ സംഭവം നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഈ സമ്മേളന സ്ഥലത്ത് വരുന്നതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ SFI എന്നൊക്കെ പറയുന്ന സാധനം വിപ്ലവ വിദ്യാർത്ഥി സംഘടന, പുരോഗമന വിപ്ലവ വിദ്യാർത്ഥി സംഘടന. മറ്റേത് വിപ്ലവ യുവജന സംഘടന. ഏത്? DYFI. വിപ്ലവമാണ്, ഭയങ്കര വിപ്ലവമാണ്. അവസാനം ഇവരെ വിപ്ലവം നടന്ന നാട്ടിലൊരു വിപ്ലവ് കുമാർ വന്നിട്ട് ത്രിപുരയെ കൊണ്ടുപോയി BJPന്റെ. ഇതാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ ഇവിടെ ആരാ കൊണ്ടുപോകുക എന്നുള്ള അറിയില്ല. 2026 UDF വരും, വംശമൊന്നും വേണ്ട. എനിക്ക് ഇപ്പോഴത്തെ പോക്കുണ്ടിട്ട് അത് മാത്രമല്ല, ഇവന്മാർക്ക് പ്രതിപക്ഷത്ത് പോലും വരാനുള്ള അവസരം ഉണ്ടാവില്ല ഈ പോക്ക് പോയി കഴിഞ്ഞാൽ. പ്രതിപക്ഷത്ത് BJPയും വരും. ഇതാ ഉണ്ടാകുക. ഇരിക്കണ മുമ്പ് വെട്ടിമുറിച്ചുകൊണ്ടിരിക്കുക, അവര് മത്സരിച്ച് വെട്ടിമുറിച്ചുകൊണ്ടിരിക്കുക. ഉപ്പ് വെച്ച കാലം പോലെയാവും. ഇപ്പൊ ഇവര് പറയുന്ന കാര്യമുണ്ട്, നമ്മളൊക്കെ പഠിക്കുമ്പോഴേ പറയും SFI സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചട്ടുകമല്ല. DYFI സ്വതന്ത്ര യുവജന സംഘടനയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചട്ടുകമല്ല. നമുക്ക് നമ്മുടേതായ നിലപാടുണ്ട്. യുവജനങ്ങൾക്കൊപ്പമാണ് നമ്മൾ നിൽക്കുക, വിദ്യാർത്ഥികൾക്കൊപ്പമാണ് നമ്മൾ നിൽക്കുക. ഓലക്കേന്റെ മൂടാ തേങ്ങാക്കൊല എന്ത് വർത്താനാ പറയണേ? ഇവരെത്താ പറയണേ? ഇവരാരോടാ പറയണേ? ഇവരെന്ത് തേങ്ങത്തെ വർത്താനം ഇച്ചറിയില്ല, ഇതൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ഇവരെത്താ ഇങ്ങനെ നേരെ പുറത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നുകാണ്ട് കുപ്പായൊക്കെ തേച്ച് കാണ്ട് ഇസ്തിരിയൊക്കെ ഇട്ടാണ്ട് ഇങ്ങനെ വന്നുകാണ്ട് മുണ്ടും മടക്കത്തില്ല. അത് കഴിഞ്ഞാണ്ട് ഇങ്ങനെ രണ്ട് കഷത്തിലൊരു വെട്ടിൽ വെച്ച് ഇങ്ങനെ നടക്കും. തവള മസിൽ പിടിച്ച മാതിരി ഇങ്ങനെ നടക്കും. എന്നിട്ട് ലോകത്തെ ഏറ്റവും വലിയ ആൾക്കാരെ നമ്മളാണെന്നുള്ള വിചാരമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കാളും മേലെയാണെന്നുള്ള വിചാരമാണ്. എന്നിട്ട് നടക്കും. എന്നിട്ട് കൂടി മനസ്സിനെ കണ്ട ചിരിക്കണമെങ്കിൽ കുറച്ച് ഒരു ചിരിയിൽ കുറച്ച് എന്താ പറയുക, ചിരിക്കുമ്പോൾ ഇങ്ങനെ അളന്നു തൂക്കിയേ ചിരിക്കുള്ളൂ. കാരണം വല്ലാതെ ഇരിക്കൊന്നുമില്ല. പിന്നെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവർ കൈ കൊടുത്താൽ കൈയൊന്നുമല്ല കൊടുക്കുക, തോളും ഇങ്ങനെ തട്ടിട്ടോ. അതായത് ചിന്റെ മേധാവിത്വം എൻ്റെ മേലുണ്ട്, ചിന്റെ അടിമേ എന്നുള്ള സാധനമാണ്. ഈ ജാതി സാധനങ്ങളാണ്. സ്വതന്ത്ര യുവജന സംഘടന, സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടന, SFIന്റെ മേഖലാ സെക്രട്ടറി ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ DYFIന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിക്കഴിഞ്ഞാൽ
ഡിവൈഎഫിന്റെ ആണെങ്കിൽ പാർട്ടി മെമ്പർഷിപ്പിൽ വന്നു. ഡിവൈഎഫിന്റെ മേഖലാ സെക്രട്ടറി അല്ലെങ്കിൽ എസ്എഫിന്റെ ഏരിയ സെക്രട്ടറി പാർട്ടി ലോക്കൽ കമ്മിറ്റിയിൽ വന്നു. നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് പാർട്ടിന്റെ പിന്നെ തീരുമാനം. അതാണ് ഗൈഡ് ലൈൻ കൊടുത്തിട്ടുള്ള എല്ലാ ഘടകങ്ങൾക്കും കൊടുത്തിട്ടുള്ള നിർദ്ദേശം, നിർബന്ധപൂർവ്വം. പണ്ടത്രയും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അതുകൊണ്ട് പിന്നെ യുവാക്കൾ കൂടുതൽ വരുന്നുണ്ട്. എസ്എഫിന്റെ ഏരിയ സെക്രട്ടറി അല്ല, എസ്എഫിന്റെ പിന്നെ സംസ്ഥാന സെക്രട്ടറി, ഡിവൈഎഫിയുടെ ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റ്, അവരെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് സിപിഎമ്മിന്റെ. എസ്എഫിന്റെ സംസ്ഥാന സെക്രട്ടറിനെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം. ഓൻ പ്രവർത്തിക്കുന്ന ജില്ല ഏതാണോ ആ ജില്ലയിലെ ജില്ലാ കമ്മിറ്റിയിൽ നിർബന്ധമായും പാനലിൽ ഉൾപ്പെടുത്തും. ഡിവൈഎഫിയുടെ സംസ്ഥാന സെക്രട്ടറി ആണെന്നുണ്ടെങ്കിൽ ഓനെ പിന്നെ നിർബന്ധമായും അതാത് പ്രദേശത്തെ പിന്നെ സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കും, ഇല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും. പിന്നെ എന്തിനാ എസ്എഫിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആണെങ്കിൽ സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും. ഇപ്പൊ സാനുക്ക് അങ്ങനെ വന്നത്. പിന്നെ ഡിവൈഎഫിയുടെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അഖിലേന്ത്യാ പിന്നെ ഭാരവാഹിക്കാണെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും. കുറച്ചുകൂടി കഴിയുമ്പോൾ പിന്നെ കേന്ദ്ര കമ്മിറ്റിക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ആളാകെ ഇവിടുന്ന് ഉള്ളിന്നേ. ത്രിപുരയിലെ ഒരു പട്ടിയില്ല. ആ പാവം മണിക് സർക്കാർ നല്ല കമ്മ്യൂണിസ്റ്റാണ്, നല്ല മനുഷ്യനാണ്, പാവമാണ്, സാധുവാണ്. പക്ഷെ ഇവന്മാരൊക്കെ പാടെ കൂടി കച്ചവടം നടത്തിയോണ്ട് നല്ലൊരു വോട്ട് ചെയ്തില്ല. പിന്നെ ബംഗാളിൽ ഇപ്പോൾ പിന്നെ സലീം ആണെങ്കിലൊന്നും കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്. ബേബി ഡിവൈഎഫിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആകുമ്പോൾ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന ആളാണ് മുഹമ്മദ് സലീം. ഇത്തവണ അദ്ദേഹം ജയിക്കും എന്നൊക്കെ ഞാൻ സമയത്ത് മുർഷിദാബാദിൽ അദ്ദേഹം മത്സരിച്ചു, ആദ്യഘട്ടത്തിൽ ലീഡ് ചെയ്യുന്നു, ജയിക്കുന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ജയിച്ച് MP ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ആളാണ്. പക്ഷേ ഇയാളെ വന്നിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ പാലോളി പോകുന്നു നല്ല സഖാവാണ്, മലപ്പുറത്തുള്ള PK ഗുരുദാസൻ കൊല്ലത്തുള്ള നല്ല സഖാവാണ്. VS സുശീലൻ പിന്നെ ഒന്നും വയ്യാതെ കിടക്കുകയാണ്, നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ്. ധരിച്ചിട്ട് കാര്യമുണ്ടോ? ഇവിടെ ബാക്കിയുള്ള കാണിക്കണ തോന്നിയാസം കൊണ്ടല്ലേ ആൾക്കാർ ഇതാക്കണം. എന്നിട്ട് വലിയ സ്വതന്ത്ര വിദ്യാർത്ഥി ഇവന്മാരെന്ത് ചെയ്യാൻ തരിക? ഇവർ പറയണമായിട്ട് ഒരു പുലബന്ധം ഇല്ലാത്ത കാര്യങ്ങൾ പ്രവൃത്തിയിലുള്ളത്, വാക്കൊന്ന് പ്രവൃത്തി ഒന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ സമ്മേളന നഗരിയിലും പിന്നെ ഇപ്പൊ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ പൊതുസമ്മേളനം നടക്കുകയാണെങ്കിൽ അവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലം, പുരുഷന്മാർക്ക് നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലമൊക്കെ വേണം. നമ്മളെ ജലീൽ സാഹിബൊക്കെ പിന്നെ പിണറായി വിജയന്റെ ഒപ്പം കോടിയേരി ബാലകൃഷ്ണൻ പറ്റ യാത്ര നടത്തിയപ്പോൾ റോട്ടിൽ നിസ്കരിക്കേണ്ടി വന്ന ഗതിയുടെ നമുക്കറിയില്ലേ? അല്ലെങ്കിൽ ഒരു കാരവാൻ കൊണ്ടുപോകണം, ആ കാരവാനിൽ നിസ്കരിക്കാൻ. കാരണം കാരവാനെ കൊണ്ടുവരാനുള്ള പൈസ ഉണ്ടല്ലോ. കാരണം ഊന്നിന് വേണ്ടി ചെലവഴിക്കുന്നതിന്റെ 10-11 പൈസ മതി ഒരു കാരവാൻ പിന്നെ പാർട്ടിക്ക് മേടിക്കാം. പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു കാരവാൻ മേടിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അത് പോണ സ്ഥലത്തൊക്കെ. കാരണം ഇയാൾക്ക് പിന്നെ അപ്പിടാൻ വേണ്ടിയിട്ട് ബസ് ആകെ മോഡിഫൈ ചെയ്ത് കൊണ്ടുവരുന്നില്ല. ആ ബസ് ഇപ്പൊ കട്ടപ്പുറത്ത് നിൽക്കുക, നാട്ടുകാരെ അതിൽ കയറില്ല. കാരണഭൂതൻ അപ്പിയിട്ട ബസ് കണ്ടിട്ട് നാട്ടുകാരെ കയറില്ല, അത് ആകെ നഷ്ടത്തിലായിപ്പോയി. അപ്പൊ എന്താ വെച്ചാൽ ഈ കാരണഭൂതം കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആകെ അലർജിയാണ്. അത് മുമ്പ് ഞാനിന്ന് കേൾക്കുമ്പോൾ VS ചേർന്നൊക്കെ കേൾക്കുമ്പോൾ എന്താ വെച്ചാൽ ആൾക്കാർക്ക് സ്നേഹമായിരുന്നു, ചേർത്ത് പിടിക്കാൻ തോന്നുന്ന സ്നേഹം, അവരുടെ അടുത്തേക്ക് ആകർഷിക്കുകയായിരുന്നു. ഇതങ്ങനെയല്ല. പിന്നെ കുറച്ച് ഫാൻസുകാരുണ്ട്, ഓൽക്കെന്താ വെച്ചാൽ അങ്ങനെയാണ്. ദിലീപിന് ഫാൻസുള്ള നാടാണത്. ഏത് നടീനെ പിടിപ്പിച്ച കേസിൽ പിന്നെ വിഷയമുള്ളതാ. ദിലീപിന് ഫാൻസുണ്ട്, കാരണബോധന് ഫാൻസുണ്ട്. അങ്ങനെയുണ്ട്. ആ സെക്യൂരിറ്റി ജീവനക്കാരനെ, പാവപ്പെട്ട സെക്യൂരിറ്റി ജീവനക്കാരനെ ശോഭ ഡെവലപ്പേഴ്സിന്റെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ വെച്ചിട്ട്, ആ വില്ലാ സമുച്ചയത്തിൽ വെച്ചിട്ട് ഇടിച്ച് പിന്നെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ നിഷാം എന്ന് പറയുന്ന 2000 കോടിയുടെ ആസ്തിയുള്ള ബീഡി കച്ചവടക്കാരന് ഫാൻസ് ഉണ്ട്. അവനെ മോചിപ്പിക്കണം എന്നുണ്ട ഒരു യോഗം കൂടി. അത് സുഡാപ്പികളാണ്. കാരണം ഞമ്മന്റെ ആളെ എങ്ങനെ രക്ഷപ്പെടുത്തണം? ഞമ്മന്റെ ആൾക്ക് മറ്റേ പിന്നെ മരിച്ച ആൾ വേറെ മഹത്വപ്പെട്ടതുമാണ്. അതുകൊണ്ട് അപ്പൊ പിന്നെ ഞമ്മന്റെ ആൾക്കാർ മഹിളാമിറ്റിയുടെ ആഭിമുഖ്യത്തിലെ യോഗം കൂടിയതേ നായ്ക്കള്. ഇതൊക്കെയാണ് പരിപാടി. ഞാൻ പറയട്ടെ, ഈ പൊതുയോഗം കിടക്കുന്ന സ്ഥലത്ത് അങ്ങനെ പിന്നെ നിസ്കരിക്കാൻ ഇപ്പൊ ഞാൻ പറയട്ടെ, ബാക്കിയുള്ളവർ ഇപ്പൊ പാലോളിയൊന്നും അതിന് പോകുന്നില്ലാവില്ല. അപ്പൊ സമ്മേളനം നടക്കണം തൊട്ടിക്ക. സമ്മേളനം നടക്കുമ്പോൾ ഇവര് ക്ലാസ് എടുത്ത് കൊടുക്കുക എന്തിനെ കുറിച്ചൊക്കെ എന്നറിയാം. മെറ്റീരിയലിസം, വൈരുദ്ധ്യാത്മക ഭൗതികവാദം, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ആരെങ്കിലും ചിലപ്പോൾ നമ്മൾ അപ്പമാഷ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. അപ്പമാഷ അങ്ങനെയാണ് പ്രസംഗിക്കുക. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പണ്ടേ മാർക്സ് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയും. അതേപോലെ തന്നെ ശാസ്ത്രത്തിൽ നമ്മൾ വിശ്വസിക്കണം. ശാസ്ത്രമാണ് വലുത്. എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളല്ല, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഞാനല്ല. കൂട്ടിനടുത്ത് അപ്പം നമുക്ക് സമ്മേളനത്തിൽ നാളെ രാവിലെ വിതരണം ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിക്കുമ്പോൾ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാവും ചിലപ്പം ഇങ്ങനെ പിന്നെ ടീക്കാംസൊക്കെ വാച്ച് നോക്കുമ്പോൾ നിസ്കരിക്കാനുള്ള സമയമായിരിക്കണം. അപ്പോൾ ഇയാൾ നിസ്കരിക്കാൻ അവസരം കൊടുക്കണം. അതിന് നിസ്കാര മുറി സമ്മേളന സ്ഥലത്ത് അല്ലെങ്കിൽ പിന്നെ പാർട്ടി കമ്മിറ്റി കൂടുന്നിടത്ത് ഉണ്ടാക്കണം. ക്യാമ്പ് കിടക്കണമെങ്കിൽ അവിടെ ഉണ്ടാക്കണം. നിസ്കരിച്ച് വന്നുകൊണ്ട് പിന്നെയും അവിടെ പഠിച്ചവനോട് പിന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വന്നുകൊണ്ട് പിന്നെയും മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്, പിന്നെ മതം അങ്ങനെയാണ്, മതം ഇങ്ങനെയാണ്, വൈരുദ്ധ്യാത്മക ഭൗതികവാദം പിന്നെയും കേൾക്കാലോ.
അതിനൊക്കെ നിസ്കരിക്കാൻ പോയി തന്നെയുള്ളൂ. ഇത് രണ്ടും തമ്മിലുള്ള ഇതാണ് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം. ഇത് രണ്ടും തമ്മിൽ ഇവർ നിൽക്കുന്ന സ്ഥലവും ഇവരെ പ്രവൃത്തികളും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇതിനാണ് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്നത്. ഈ വൈരുദ്ധ്യാത്മകം എന്ന വാക്ക് ഈ കോൺട്രാക്ട് നാക്ക് ഉളുക്കിപ്പോയി. ഓക്കെ, ഈ സാധനം ഇവരെ ഉദ്ദേശിച്ചുണ്ടാക്കിയതാ, ഈ മാക്രികളെ ഉദ്ദേശിച്ച്. കാറൽ മാർക്സ് ഏംഗൽസും ഒക്കെ ഇങ്ങനത്തെ കുറെ പൊട്ടന്മാർ ഈ നാട്ടിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒരു പുസ്തകം എഴുതൂലേന്നേ. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞത് എത്ര ഇത് 150 കൊല്ലം മുമ്പ് ഇതേ പുസ്തകമാണ്. ഈ 150 കൊല്ലം മുമ്പ് ഇപ്പൊ രണ്ടാളും ഇവിടെ നല്ല ബുദ്ധിജീവികളാ. ഈ കഞ്ചാവ് വലിക്കുന്നൊക്കെ നല്ല ബുദ്ധിജീവികളാണ്. നല്ല പ്യൂർ കഞ്ചാവാണ് അവർ വയ്ക്കുക. ഇവിടുത്തെ മാതിരി എലിവർഷം ചേർത്ത കഞ്ചാവല്ല. അപ്പൊ ഈ കഞ്ചാവ് ഇങ്ങനെ വലിച്ചിങ്ങനെ പുകച്ചിങ്ങനെ ഇരുന്നപ്പോൾ പുസ്തകം എഴുതി. അത് അവിടുത്തെ സിറ്റുവേഷനില്ല. യൂറോപ്പിലെ, ഫ്രാൻസിലെ, ജർമ്മനിയിലെ, പിന്നെ UK ഒക്കെയുള്ള സിറ്റുവേഷനെ അഡ്രസ് ചെയ്തുകൊണ്ട് അവിടുത്തെ തൊഴിലാളി വർഗം അനുഭവിക്കുന്ന പ്രയാസങ്ങളെ ആലോചിച്ചുകൊണ്ട് അവിടെ ഇവിടുത്തെ ജാതി വ്യവസ്ഥയില്ല, അവിടെ ഇവിടുത്തെ പോലെയുള്ള വർഗീയതയില്ല, അവിടെ ഇവിടുത്തെ പോലെയുള്ള ബാക്കിയുള്ള പ്രശ്നങ്ങളില്ല, അവിടെ പിന്നെ വർണ്ണപരി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, മുതലാളി തൊഴിലാളി തമ്മിലുള്ള അന്തരം ഉണ്ടായിരുന്നു. അതിനെ അഡ്രസ് കൊണ്ട് എഴുതിയിട്ടുള്ളതാ. അതിവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്തേക്കുക. അതിവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്തേക്കുക. ഇത് നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിലുള്ള മൊത്തത്തിലുള്ള പ്രശ്നമാണ്. ഇപ്പൊ സമ്മർ വെക്കേഷൻ കഴിഞ്ഞ പിന്നെ മെയ് മാസം ലാസ്റ്റിൽ മഴ പെയ്യാൻ നേരത്ത് കോടതികൾക്ക് സമ്മർ വെക്കേഷനാണ്. അതിന് മുമ്പ് 50 ഡിഗ്രി സെൽഷ്യസ് വരേണ്ടിയിരുന്നു. ആ സമയത്ത് സമ്മർ വെക്കേഷൻ ഇല്ല. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ സമ്മർ വെക്കേഷൻ. എനിക്കറിയില്ല, മൺസൂണിൽ സമ്മർ വെക്കേഷൻ കൊടുക്കുന്ന ലോകത്തൊരു അത്ഭുതം പിടിച്ച രാജ്യമാണ് നമ്മൾ ഇന്ത്യ. എന്താ വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ സമ്മർ പിന്നെ എന്ന് പറയുന്ന കാലഘട്ടത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ സമ്മർ വെക്കേഷനുകൾ ഇന്ത്യയിൽ തുടങ്ങിയത്. ശരിക്കും കേരളത്തിൽ വേണ്ടത് സമ്മർ വെക്കേഷൻ അല്ല. ഇപ്പൊ സ്കൂളുകളിലൊക്കെ ഫാനുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. കുട്ടികൾ പോണത് പഴയ മാതിരി ഞാനും നിങ്ങളും പോയ മാതിരി പിന്നെ നടന്നുകാണ്ടല്ല പോണത് സ്കൂൾക്ക്. നമ്മളൊക്കെ അന്ന് നടന്ന സ്കൂൾക്ക് പോണ്, അല്ലെങ്കിൽ ബസ് കയറി പോകണം. ഇപ്പൊ കുട്ടികൾ ഏത് സാധാരണക്കാരാണെങ്കിൽ പോലും പിന്നെ കുറച്ച് ദൂരമുള്ള സ്ഥലത്തേക്കാണെങ്കിൽ ഒന്ന് സ്കൂൾ ബസ്, അല്ലെങ്കിൽ പിന്നെ വല്ല ഓട്ടോറിക്ഷയും എല്ലാ 4-5 കുട്ടികളെ രക്ഷിതാക്കൾ കൂടിയിട്ട് ഓട്ടോറിക്ഷ ഏർപ്പെടുത്തും. ഇങ്ങനെ പോണ കാലാ. നമ്മളെ കാലത്ത് സമ്മറിലല്ല വെക്കേഷൻ വേണ്ടത്, മഴക്കാലത്താണ് വേണ്ടത്. ഇവിടെ മൺസൂൺ വെക്കേഷനാണ് വേണ്ടത്. സത്യത്തിൽ ബ്രിട്ടീഷുകാരൻ കൊണ്ടു വെച്ച സാധനം അതേമാതിരി എത്തി. ബ്രിട്ടീഷുകാരൻ സമ്മർ ആകുമ്പോൾ എന്ത് ഓം പിടക്കൂല. ഓം പിന്നെ എറണാകുളത്തുള്ളവരും പിന്നെ തിരുവനന്തപുരത്തുള്ള ബ്രിട്ടീഷുകാരനും മറ്റേ മലപ്പുറത്തുള്ള ബ്രിട്ടീഷുകാരനൊക്കെ നമ്മളെ ജയലളിത കാട്ടണമാതിരി ഹൈ റേഞ്ചിക്ക് പോകും. അതിനാണ് ഒരു മൂന്നാറും ഒക്കെ ഗസ്റ്റ് ഹൗസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, ഊട്ടിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഊട്ടിയൊക്കെ അതിന്റെ കേന്ദ്രമായിട്ട് മാറി. ഇപ്പോഴും നമ്മളെ ആർമിന്റെ ഒക്കെ ഈ പിന്നെ ഒരു കേന്ദ്രമായിട്ട് അവിടെ നിൽക്കുക. ആർമിയുടെ മാത്രമല്ല, അത്തരം ഈ മൗണ്ടൈനിങ് ടീം ഇങ്ങനെയുള്ളവരൊക്കെ കേന്ദ്രം അവിടെയാണ്. കാരണം ഓൾക്ക് ഈ ചൂടത്ത് നിൽക്കണേക്കാൾ നല്ല സുഖമുള്ള AC ഒന്നും വേണ്ട, അവിടെ പോയി കിടന്നാൽ മതി. അതിന് വേണ്ടിണ്ടാക്കിയ ബ്രിട്ടീഷുകാർ. അന്ന് AC ഒന്നും ഇല്ല. ആ സാധനം എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യണം. നമ്മൾ സമ്മർ വെക്കേഷൻ ഏത് ഏപ്രിൽ മാസത്തിൽ മെയ് മാസത്തിൽ കൊടുക്കണം. മനസ്സിലാക്കാം. സത്യത്തിൽ മെയ് മാസത്തിൽ ഒരു മാസം പിന്നെ ചൂടിന്റെ പീക്ക് നിൽക്കുന്നത് സമ്മർ വെക്കേഷനായിട്ടും, തൊട്ടടുത്ത ജൂൺ മാസത്തിൽ മഴ പെയ്ത് ഇങ്ങനെ പ്രശ്നമാവുന്ന സമയത്ത്, ജൂണിലാണുള്ള മൺസൂൺ തുടങ്ങുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ രൂക്ഷമാവുന്നത്. പിന്നെ വെള്ളപ്പൊക്കം പിന്നെ മേഘസ്ഫോടനമൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷെ ജൂണിൽ തുടർച്ചയായിട്ട് മഴ പെയ്യും. പിന്നെ നമ്മളെ കർക്കിടക മാസമല്ല മഴ പെയ്യുന്നത്. അങ്ങനെ ഏതെങ്കിലും കാലഘട്ടം തെരഞ്ഞെടുത്തിട്ട് 1-2 മാസത്തെ ഗ്യാപ്പ് ഇട്ടിട്ടാണെങ്കിലും ഒരു മൺസൂൺ വെക്കേഷൻ കൊടുക്കണ്ടേ. അപ്പൊ ഞാൻ കാട് കയറി പോയി. ഞാൻ പറഞ്ഞു വന്നത് SFIനെ കുറിച്ചാണ്. HFIക്ക് പിന്നെ നിസ്കാരം മുറിയില്ല. ഓൽപ്പോ കാറൽ മാർക്സും പിന്നെ ഏംഗൽസും ഒന്നല്ല പോലെ പിന്നെ പടച്ചന്മാര്. ഓൽക്കിപ്പോ എന്താ വെച്ചാൽ പിന്നെ 5 നേരം നിസ്കരിക്കണം. ഹോസ്റ്റലിൽ അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ എന്താ വെച്ചാൽ ഓൽക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. AKG സെന്ററിൽ SFIയുടെ കമ്മിറ്റി വിടണല്ലേ. അപ്പൊ SFIയിൽ പിന്നെ നിസ്കരിക്കണ്ടേ. ഞാൻ പറഞ്ഞല്ലോ, വീടാ ജോർജിന് പ്രാർത്ഥിക്കണ്ടേ, ചാപ്പൽ ഉണ്ടാക്കണം AKG സെന്ററിൽ. എല്ലാ ലോക്കൽ കമ്മിറ്റികളിലും, ലോക്കൽ കമ്മിറ്റി ഓഫീസുകളിലും, എല്ലാ ഏരിയ കമ്മിറ്റി ഓഫീസുകളിലും ഓരോ നിസ്കാര മുറിയും കൂടി ഉണ്ടാക്കാനുള്ള തീരുമാനം എടുത്താൽ എന്റെ അഭിപ്രായത്തിൽ സഹാക്കൾക്ക് കുറച്ചുകൂടി പൈസ ഉണ്ടാക്കാം. കാരണം ബക്കറ്റ് പിരിവ് നടത്താലോ. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ബക്കറ്റ് കുലുക്കിയിട്ടാണ് നടക്കുക. ബക്കറ്റ് പിരിവ്, ഹൂണ്ടിക പിരിവ് പറഞ്ഞിട്ട് ഇതിങ്ങനെ കുലുക്കിറക്കുക. കുറച്ച് ബ്രാഞ്ച് സെക്രട്ടറിന്റെ പോക്കറ്റ് ഇടുക, കുറച്ച് ലോക്കൽ സെക്രട്ടറിന്റെ പോക്കറ്റ് ഇടുക, കുറച്ച് കൂടുതൽ ഏരിയ സെക്രട്ടറിന്റെ പോക്കറ്റ് ഇടുക. പിന്നെ മേലേക്ക് എത്തുമ്പോൾ കുറച്ച് പൈസ ഉണ്ടാവും. അങ്ങനെ പിന്നെ ഒരു റൂം ഉണ്ടാക്കി കൊടുത്താൽ പോലെ. അത് ചെയ്തോളാം. ഇത്രയും പറയാനുള്ളൂ. അതിനോടനുബന്ധിച്ച് ടോയ്ലറ്റ് മാങ്ങച്ചുന്തി വരുത്താൻ. ഇന്നെ കൊണ്ട് പറയിപ്പിക്കട്ടെ വെറുതെ. ചകാക്കളെ, നിങ്ങളൊക്കെ ചകാക്കൾ എന്ന് വിളിക്കാൻ പറ്റില്ല, സഖാക്കൾ എന്ന് വിളിക്കാൻ പറ്റില്ല. ഞാൻ നെഞ്ചു തൊട്ട് സഖാക്കൾ എന്ന് വിളിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഞാനിപ്പം നാട്ടിൽ മഞ്ചേരി പോയപ്പോഴും ഒരുപാട് മനുഷ്യരുണ്ട് ആത്മാർത്ഥമായി സഖാക്കൾ എന്ന് വിളിക്കുക, ഇന്നേ സഖാവി എന്ന് വിളിക്കുന്നവരുണ്ട്. നിങ്ങളൊന്നും അതിന് യോഗ്യരല്ല. നിസ്കാരമുറി വേണമെന്നുണ്ട് കോളേജിൽ പ്രശ്നം ഉണ്ടാക്കുക. ഇതാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ അവകാശങ്ങൾ. പ്രാർത്ഥിക്കാനുള്ള അവകാശം വേണം. പ്രാർത്ഥിച്ചോടെ ഇരുന്നോന്നേ. നേരം വിളിക്കുമ്പോൾ പോവുക, കോളേജിൽ പോവുക, 9 മണിക്ക്. ക്ലാസ്സിലൊന്നും കയറണ്ട. എല്ലാ മതത്തിന്റെയും നേരത്തെ പറഞ്ഞ മാതിരിയാണ് സ്ഥാപനങ്ങൾ. പിന്നെ പ്രാർത്ഥനാ മുറികൾ തുടങ്ങി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു കൂട്ടർ ഹല്ലേലൂയ സ്തോത്രം, മറ്റൊരു പിന്നെ ഈ അല്ലാഹു അക്ബർ എന്ന് പറയാം, മറ്റൊരു രാമ 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 പറഞ്ഞിട്ട് അവിടെ ഇരിക്കട്ടെ.
സയൻസും പഠിക്കണ്ട, കണക്കും പഠിക്കണ്ട, ഇംഗ്ലീഷും പഠിക്കണ്ട, മലയാളം പഠിക്കണ്ട. കാലത്തെ പിന്നോട്ട് നയിക്കുന്ന ഇന്ന് കേരളത്തിന്റെ ശാപമായി മാറിയ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്കും മദ്രാസിലേക്കോ അതല്ല അതിനേക്കാൾ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കടം മേടിച്ചിട്ടാണെങ്കിലും കാനഡയിലും ഓസ്ട്രേലിയയിലൊക്കെ പോയി പഠിക്കാൻ കാരണക്കാരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന SFI. CA2-ന്റെ കുറെ ആൾക്കാരെ പോലെ നല്ലവരുണ്ട് അതിനകത്ത്. CA2-ന്റെ കുറെ ആൾക്കാരെ പോലെ നോക്കുകൂലി പഠിച്ചിട്ട് ഓരോ സ്ഥാപനങ്ങൾ പൊട്ടിക്കുന്ന പോലെ. എന്നാൽ ലുലുക്കാക്കാന്റെ സ്ഥാപനം പൊട്ടിക്കാൻ ഇപ്പല്ല ഓരോ ബാപ്പ വിചാരിച്ചാലും നടക്കൂലെന്നേ. കേരളത്തിൽ ഏത് ഹർത്താൽ നടക്കുമ്പോഴും ലുലുക്കാക്കാന്റെ സ്ഥാപനം ഓപ്പണാ. ബാക്കിയുള്ളവരൊക്കെ കച്ചവടം പൊട്ടിക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാരും സാധനം മേടിക്കാൻ അവർക്കില്ലും മൂപ്പർക്ക് കച്ചവടം ഉണ്ടാക്കി കൊടുക്കാൻ പരിപാടി. സാധനം മേടിച്ചിട്ടേ സംഭവം ചിക്കരി കിട്ടേ നോളുകള് നാടിനെ പിന്നോട്ട് വലിക്കുക. ഇതന്നെയാണ് പിന്നെ പരിപാടി. എല്ലാ കാലത്തും ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഈ സാമൂഹിക വിരുദ്ധതയാണ്. പണ്ടൊക്കെ കുറച്ച് മാറ്റം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഒരു 10 കൊല്ലമായിട്ട് ഈ കാരണഭൂതൻ ഫാക്ടർ വന്നതിന് ശേഷം കാരണഭൂതൻ കാലഘട്ടത്തിൽ ഈ സമൂഹത്തെ പിന്നോട്ട് നയിക്കുന്നതിൽ ഇവരെല്ലാം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നിങ്ങളെ മക്കളോട് ഈ HFIയിൽ പോയിട്ട് ചേരണ്ടെന്ന് പറഞ്ഞു. വിദ്യാർത്ഥി രാഷ്ട്രീയം വേണ്ടെന്നേ. എന്തിനാ വിദ്യാർത്ഥി രാഷ്ട്രീയം? വിദ്യാർത്ഥി രാഷ്ട്രീയം ഒരു കാലഘട്ടത്തിൽ ശുഭിത യുവനത്തിന്റെ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലൊക്കെ കേരളത്തിലെ ക്യാമ്പസുകളിലെ പിന്നെ ജനാധിപത്യ അവകാശത്തിന് വേണ്ടി പോരടിച്ചവരാണ് എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും. KSU ആട്ടെ, MSF ആട്ടെ, ABP ആട്ടെ, പിന്നെ SFI ആവട്ടെ. ഇവരാരും വേണ്ടെന്നേ. SFI മാത്രമല്ല, കുട്ടികൾ പോയി പഠിക്കട്ടെ. ഇവന്മാരുടെ അക്രമം ബാക്കിയുള്ളതായിട്ട് നടത്തിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞാൽ തല്ലൊക്കെ പണ്ടുണ്ടാവുമായിരുന്നു. ഞങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ മണിക്കൂറുകൾ കൊണ്ട് അവസാനിക്കാറുണ്ട്. അടുത്ത ദിവസം മണിക്കൂർ ഒരുമിച്ച് പോയി ചായ കുടിക്കും. ഇത് പിന്നെ ക്രൂരമായ ആൾക്കൂട്ട വിചാരണ നടത്തിയിട്ട് കുട്ടികളെ കൊല്ലുക, പെൺകുട്ടികളെ ഗർഭിണിയാക്കുന്ന അറിയാം, ടൂളായിട്ട് യൂസ് ചെയ്യുക. പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോവും. ഇനി കുറെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ശത്രുക്കൾ ഇഷ്ടം പോലെ. ഇവന്മാരെന്നാ കൊട്ടേഷൻ കൊടുക്കാന്നറിയില്ല.